ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഫാമിലി ഫുള്ളായിട്ട് ഒരു ട്രിപ്പിന് പോവാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രിപ്പ് അറ്റ് ഓൾ. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ വാപ്പാടെ ജോലിയുടെ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി തെങ്കാശി വരെ പോവാണ്. ഫസ്റ്റിലേ പോകുന്ന വഴിക്ക് തെന്മല ലുക്കൗട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ലുക്കൗട്ട് എന്ന് പറയുന്നത്. നല്ല വ്യൂ പോയിൻ്റാണ്. അവിടെ ടോപ്പിൽ കയറി നിന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇറങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞ് ഇതായിരുന്നു തെന്മല ഡാം. ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ തെന്മല ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതുവഴി പാസ് ചെയ്യുന്ന വഴിക്കാണ് ഈ 16 കണ്ണറ പാലം എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. പിന്നെയെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ആക്ച്വലി തമിഴ്നാട് എത്തി. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടു നല്ല ഈ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഫൈനലി തെങ്കാശി റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെയിനായിട്ടുള്ളൊരു അമ്പലം അല്ലെങ്കിൽ ഒരു കോവിലാണ് കേട്ടോ, എനിക്കതിൻ്റെ പേരറിയില്ല. അതാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് ഒരു സ്നാക്സ് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫേമസ് ആയിട്ടൊരു ഹൽവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഫേമസ് ഹൽവ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും, പക്ഷെ ഞങ്ങൾ ആരും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഫുൾ ഈ ഞാവൽപ്പഴം, ഇതാണ് കേട്ടോ ഞാവൽപ്പഴം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും. പേരയ്ക്ക, നെല്ലിക്ക സംഭവങ്ങളൊക്കെ അവിടെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വാങ്ങിയില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ കുറച്ച് ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ തെങ്കാശി മാർക്കറ്റ് എന്ന് പറയുന്നത്. നല്ല പൊടിയും വെയിലുമായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. പൂക്കടയും നിറച്ച് പൂക്കളും അവിടെ ഇതുപോലെ ആൾക്കാർ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ലൈവായിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി അരിമുറുക്ക്, പിന്നെ കുറേ സ്വീറ്റ്സ്. നമ്മൾ സ്വീറ്റ്സ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് അരിമുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമിലിക്ക് കുറച്ച് കസിൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് മുറുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ അമ്പലത്തിൻ്റെ ചുറ്റാകെയാണ്, ഇതാണ് കേട്ടോ തെങ്കാശി പ്രോപ്പർ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സെൻട്രൽ ഈ അമ്പലം ചുറ്റിനുമാണ് ഈ മാർക്കറ്റ് വരുന്നത്. അങ്ങനെ അടുത്തൊരു ഷോപ്പിൽ ഞാൻ കുറേ കുപ്പിവളകൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴി ചെങ്കോട്ടയിൽ ഒരു ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അവിടെ നിന്ന് ബൾക്കായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ മാർക്കറ്റിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ അറിയാമല്ലോ, നമ്മളിങ്ങനെ ജസ്റ്റ് എണ്ണയിൽ ഇട്ട് വറുക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ അവിടുന്ന് എന്തോ ഒരു കൗതുകം തോന്നി കാണാത്ത 2 സംഭവങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ വില ഒന്നുമില്ല കേട്ടോ, വെറും 10-20 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ഇതിൻ്റെ എല്ലാം കൂടെ മിക്സായിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉഴുന്ന്, കടല, കടുക്, പയർ ഇതിൻ്റെയൊക്കെ സംഭവങ്ങളുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം വെജിറ്റബിൾസ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത ഒരു വ്യൂവും കൂടെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നല്ല വലുതായിട്ടൊരു അതൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയില്ല, ആകെ ടയേർഡായിരുന്നു. അങ്ങനെ ഉമ്മ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചിപ്സ് സെൻറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ പോകുന്ന വഴിക്കൊന്ന് കുറിക്കാമെന്ന് കരുതി കുറച്ച് ചിപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിപ്സൊക്കെ കഴിച്ച് എനിക്ക് പ്രശ്നം എന്തെന്നാൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നേരെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ് കേട്ടോ. അങ്ങനെ ആകെ ടയേർഡായി കുഴഞ്ഞ് പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. ചിപ്സൊക്കെ കുറച്ച് ഞാനങ്ങ് നേരെ മടങ്ങി. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ.